and welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു Maybelline സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് ലിപ്സ്റ്റിക്സിന്റെ റിവ്യൂ പ്ലസ് സ്വാച്ചസ് ആണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഇതിന്റെ ഒരു വിയർ ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഇവരുടെ ലിപ്സ്റ്റിക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ്. ഇതവരുടെ പുതിയ പിങ്ക് കളക്ഷൻസ് ആണ്. കംപ്ലീറ്റ് പിങ്ക് കളേഴ്സ് ആണ്. പിങ്ക് ഒരു ബ്രൈറ്റ് പിങ്ക് അല്ല, പിങ്ക് ന്യൂഡ്സ്. ഞാൻ എൻ്റെ സ്വാച്ചസ് എല്ലാം കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഈ ഒരു PR എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാക്കേജിങ് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. കണ്ടോ, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ് ആണ്. അപ് ടു 16 hour വെയർ, സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക്, ബെസ്റ്റ് സെല്ലർ, അതുപോലെ ട്രാൻസ്ഫർ പ്രൂഫ് എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുള്ളൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ് ആണ്. ഇതിൻ്റെ ലിപ്സ്റ്റിക്സ് എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ടോപ്പ് 5 or 6 ലിപ്സ്റ്റിക്കിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ. നിങ്ങൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിപ്സ്റ്റിക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. നമുക്ക് എന്താ പറയുക, നല്ല ലോങ് ലാസ്റ്റിംഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് പറയാം. ഇത് നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള, നല്ല എന്താ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാക്കേജിങ്ങിലാണ് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെ തന്നെ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. വൈറ്റ് കളറിലെ ക്യാപ്പാണ്. പിന്നെ എന്താണോ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ആ കളറാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏത് കളറാണ്. നമുക്കിങ്ങനെ ബാക്കിൽ പേര് വായിച്ച് നോക്കോ, ഈ ബാക്കിലുള്ള കളർ എന്താണെന്ന് നോക്കോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്കിതിൻ്റെ ഔട്ടർ പാക്കേജിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്ത് ഷെയ്ഡാണെന്നുള്ളത്. നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. പ്രൈസും ഡീറ്റെയിൽസും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് 650 rupees ആണ് കേട്ടോ. പക്ഷേ ഇത് സൂപ്പറായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ഫോമുല വൈസ് ആണെങ്കിലൊക്കെ നമ്മുടെ ലിപ്സിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തും. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളത്. പിന്നെ ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വന്നിട്ട് ഇതുപോലത്തെ ഒരു ആപ്ലിക്കേറ്ററാണ്. നല്ലൊരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേറ്ററാണ്. കണ്ടോ, നല്ലൊരു രസമായിട്ടുള്ളൊരു ആപ്ലിക്കേറ്ററാണ് ഇതിനുള്ളത്. നമുക്കിങ്ങനെ കോർണേഴ്സിൽ, നമ്മുടെ ലിപ്സിൻ്റെ കോർണേഴ്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പോയിൻറ്റഡ് ആയിട്ടും കൂടി ഉള്ള ഒരു ആപ്ലിക്കേറ്ററാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഫോമുല പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഫോമുലയാണ്. പ്ലസ് ഇതൊരു 1 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 20 secondsോ ഒരു 10 seconds ഒക്കെ വെച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് മാറ്റ് ഷെയ്ഡിലോട്ട് വരും. വാട്ടർ പ്രൂഫ് ആണ്. നമുക്ക് വെള്ളം കൊണ്ടിട്ടുണ്ടെങ്കിലോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലോ ഒന്നും ഇതുപോലെ നമ്മുടെ ലിപ്സിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. നല്ല സൂപ്പർ ആയിട്ടുള്ള സംഭവമാണ്. എന്തെങ്കിലും മിസ്സെല്ലാം വാട്ടേഴ്സ് ഓയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇത് റിമൂവ് ആകുള്ളൂ. അപ്പോൾ നമുക്ക് സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുണ്ടാകുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇവരുടെ ക്രയോൺ ലിപ്സ്റ്റിക്കും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനൽ ഒരുപാട് നാളായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവർക്കറിയാം എനിക്ക് ക്രയോൺ ലിപ്സ്റ്റിക്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ് കുറേ കൂടി ഇഷ്ടം. അപ്പോൾ ഇവരുടെ ക്രയോൺ ലിപ്സ്റ്റിക്ക്, അതും ഈ ഒരു റേഞ്ചിൽ, സൂപ്പർ സ്റ്റേ റേഞ്ചിൽ ഇങ്ക് ക്രയോൺ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇങ്ങനത്തെ ഒരു നമുക്ക് നോർമലായിട്ടുള്ള നമ്മുടെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കിനെ പോലെ തന്നെയാണ്. ഇതിങ്ങനെ നമുക്കിങ്ങനെ കണ്ടോ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. കളേഴ്സും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളറാണ്. കുറച്ചൊരു ന്യൂഡ് കൈൻഡ് ഓഫ് കളറാണ് ഇത്. ആക്ച്വലി നമുക്ക് തന്നെ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് അല്ലെങ്കിൽ ലൈൻ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഒട്ട് ലേറ്റ് ആക്കണ്ട, നമുക്ക് ഇതിൻ്റെ സ്വാച്ചസിലോട്ട് കിടക്കാം.
അപ്പോൾ ഇനി എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് എൻ്റെ ലിപ്പ് അകത്ത് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഔട്ടർ ലൈൻ കൊടുത്തിട്ട് പിന്നെ അകത്ത് ഫില്ല് ചെയ്യാണ്. നിങ്ങളുടെ ലിപ്പ് ലൈനേഴ്സ് ഉണ്ടെങ്കിൽ ലിപ്പ് ലൈനേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഫുള്ളിങ്ങനെ വരച്ച് കൊടുക്കുന്ന ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു കളർ ഉണ്ടാവും. ഇനി അത് പോയിട്ടുണ്ടെങ്കിലും ഒരു കളർ കിട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. ഇത് തന്നെയായിട്ടാണെങ്കിലും നമുക്ക് ഇടാനായിട്ട് പറ്റും. സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ലിപ്സിൽ നല്ല രസമായിട്ടുണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഈ ഒരു കളക്ഷനകത്തുനിന്ന്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലിപ്സ് ഫുള്ളായിട്ട് ഇടാണ്. ഇത് രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു അടിപൊളി കളറാണ് ഇത് രണ്ടും കൂടി കമ്പൈൻ ആകുമ്പോഴേക്കും കിട്ടുന്നത്. നല്ല സൂപ്പർ ആയിട്ടുള്ള കളറാണ്. ഇത് തന്നെയായിട്ടാണെങ്കിലും ഇടാം. നല്ലൊരു ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ഞാൻ ഫുൾ ഡേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കേട്ടോ. ഞാനൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. എനിക്കിന്നൊരു വീഡിയോ അർജൻറ്റായിട്ട് എഡിറ്റ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ദിവസം കേട്ടോ. പിന്നെ എനിക്കൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കണം. ചിലപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുള്ളൂ, അല്ല വീഡിയോ എഡിറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട്. അത് രണ്ടുമാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ 2 മണിക്കൂറിൽ അപ്ഡേറ്റ് തരാം കേട്ടോ. എങ്ങനെയാണ് എൻ്റെ ലിപ്സ്റ്റിക്ക് ചേഞ്ച് ആയിട്ടുള്ളത് എന്നുള്ളത്, മീൻസ് ചേഞ്ച് ആയിട്ടുള്ളതെന്നല്ല, എന്താണ് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ടാകും. ഇവിടെ ഹെവി റെയിനിങ് ആണ്. രാവിലെ തൊട്ട് ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തോ ഒരു സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ മഴ പെയ്യുന്നതെന്ന്. എനിക്കൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പിങ്ക് ന്യൂഡ് കളറാണ്. നല്ല രസമായിട്ടില്ലേ? മഴ പെയ്യുന്ന കാണിച്ചു തരാവേ. It's heavy raining here. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് ചെറുതായിട്ട് കേൾക്കുന്നത് കുറവായിരിക്കും. ഭയങ്കരമായിട്ട് മഴ ആയതുകൊണ്ട് ലൈറ്റിങ്ങും കുറവായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ജോലിയിലോട്ട് കിടക്കട്ടെ. അപ്പോൾ ഞാൻ ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ എന്താണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കണ്ടീഷൻ എന്നുള്ളത്. ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഷെയ്ഡായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ബൈ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ മാത്രം തോർന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഞാൻ നിങ്ങൾക്ക് കയ്യിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് സ്പ്രെഡ് ഇത് എന്തോരം ട്രാൻസ്ഫർ ആവുന്നുണ്ടെന്നും ആവുന്നേ ഇല്ല. എത്ര കാണിച്ചാലും ആവുന്നില്ല. പക്ഷെ നമ്മുടെ ലിപ്സിലൊരു നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട പോലെ ഒരു ക്രീമിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കയ്യിലൊന്നും ട്രാൻസ്ഫർ ആവുന്നില്ല. ഞാൻ വെള്ളമൊക്കെ കുടിച്ചു എന്നിട്ടൊന്നും ട്രാൻസ്ഫർ ആയിട്ടില്ല. നിങ്ങളും ഈ ഒരു ടെസ്റ്റ് എടുത്ത് നോക്കണം കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ട്രാൻസ്ഫർ ആവത്തേ ഇല്ല. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ഞാനിപ്പോൾ സാൻഡ്വിച്ച് കഴിക്കായിരുന്നു. ലൈറ്റ് ഞാനിപ്പോൾ സാൻഡ്വിച്ച് കഴിക്കായിരുന്നു. സാൻഡ്വിച്ച് കഴിച്ചിട്ടൊന്നും ലിപ്സ്റ്റിക്ക് ഒട്ടും പോയിട്ടില്ല. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സ്റ്റക്ക് ഓൺ ചെയ്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇനി ചോറ് വെക്കാമെന്ന് ഓർക്കാണ്. ഉച്ചക്കലത്തേക്കുള്ള ചോറ് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ചോറ് വെക്കാം. കറി അമ്മ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കറി വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ചോറ് വയ്ക്കാം. യെസ്, കമോൺ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളറ് ഡേ ലൈറ്റിൽ എന്താണെന്ന് കാണിക്കാം. ഡേ ലൈറ്റ് കാണിക്കാനായിട്ട് ഇപ്പോഴും മഴയാണ്. എന്നാലും ഇതാണ് ഇതിൻ്റെ കളർ. ഇതുകൊണ്ട് ഇവിടെ പുഴ മിക്കവാറും പുഴ നിറഞ്ഞ് കയറുന്നു തോന്നുന്നു. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് വേറൊരു ടെസ്റ്റ് നടത്താൻ പോകണം.
മാറി ലിപ്സ്റ്റിക് ആയിട്ടുണ്ടോ നോക്കട്ടെ. നോ ലിപ്സ്റ്റിക്. കാണിച്ചു കൊടുത്തേക്ക അവള്. ഇത് നമ്മൾ കിസ് ചെയ്തിട്ടുണ്ടെങ്കിലും ലിപ്സ്റ്റിക് ട്രാൻസ്ഫർ ആവില്ല, മനസ്സിലായില്ലേ? ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ടോ? ഒരു മൂട് തരട്ടെ, ഒരു ഉമ്മ തരാവാ. ഹലോ, അപ്പൊ നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ആണ് കേട്ടോ. ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ കഞ്ഞി വയ്ക്കുമ്പോഴല്ലേ ലാസ്റ്റ് കണ്ടത്. ഞാൻ കഞ്ഞി വെച്ചോണ്ടിരുന്നപ്പോഴേക്ക് അമ്മ വന്നു. ഇന്നിവിടെ രാവിലെ തൊട്ട് ഭയങ്കര മഴയാണ്, ഹെവി റെയിനിങ് ആണ്. രാവിലെ തൊട്ട് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷോപ്പിലും ആളുകളൊക്കെ വരുന്നത് കുറവാണ്. അപ്പോൾ അവിടെ വെറുതെ ഈ മഴയത്ത് തുറന്നിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പോകും. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ, അപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഷോപ്പ് അടച്ചിട്ട് അമ്മ വന്നു, അച്ഛനും അനിയനും എല്ലാവരും ഉണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി കുക്കറിലിട്ട് വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം എഡിറ്റ് ചെയ്തു. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇത്രയും കൂടി ഉണ്ട്. നന്നായിട്ട് മസാജ് അപ്പോൾ ഇനി എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഉണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്ന് മഴ ആയതുകൊണ്ട് ഒന്നും ജോലി ചെയ്യാനൊരു മൂടില്ലാന്നേ. മഴയാകുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ കുനിക്കൂടി ഇരിക്കാനായിട്ടേ തോന്നുള്ളൂ. എൻ്റെ മുടിയൊക്കെ ആകെ തലമ്പായിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഡിറ്റ് കുറച്ച് ചെയ്ത് ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അപ്പോഴേക്കും അമ്മ ചുക്ക് കാപ്പി ഉണ്ടാക്കി. മഴയത്ത് ചുക്ക് കാപ്പി കുടിക്കാനായിട്ട് ഭയങ്കര രസമാണ്. ശർക്കരയുടെ മണം ഉണ്ട്. നല്ല ചൂട് പാറുന്ന ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ലിപ്സ്റ്റിക് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ലിപ്സ്റ്റിക്ക് മാറിയിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ കൺസീലറൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എനിക്കിവിടെ പാട് കാണാൻ തുടങ്ങുന്നുണ്ടാവും. കൺസീലർ പോയി ഒരു ചെറിയൊരു ഓയിലിനെസ് ആയിട്ടുണ്ട്. ലിപ്സ്റ്റിക് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഇവിടെ. ലിപ്സ്റ്റിക്ക് ഇതെന്താണ് ഒരു വെള്ള കളറ്? ലിപ്സ്റ്റിക്ക് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ലിപ്സ്റ്റിക്ക് പോയിട്ടില്ല. പിന്നെ ഇവിടെ എന്താണ് എൻ്റെ ഒരു കറുത്ത പാടല്ല ചോദിക്കാറുണ്ട് കേട്ടോ കുറച്ച് പേര്. അവിടെ പാടല്ല, അവിടെ ഇങ്ങനെ ചുണ്ട് നിൽക്കുമ്പോൾ ഒരു ഷെയ്ഡ് വരുന്നതാണ്, അല്ലാതെ വേറെ പാടൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. അപ്പോൾ നമുക്കിനി ഈ ഗ്ലാസ്സിലോട്ട് ഇതാവുന്നുണ്ടോ നോക്കാം കേട്ടോ. ട്രാൻസ്ഫർ ടെസ്റ്റ് അങ്ങനെയാണ് പറയണേ തോന്നുന്നു. മധുരം കുറവാണ്, ശർക്കരയുടെ മധുരം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിത് കാണുന്നുണ്ടോ? യെസ്, ഞാൻ ചായ കുടിച്ചതാണ്ട്. ചെറിയൊരു തോതിൽ ട്രാൻസ്ഫർ ആവുന്നുണ്ട് എന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടാവുന്നുണ്ട്. അത് പിന്നെ നോർമൽ ഇത് ഇത്രയും വൈറ്റ് ഗ്ലാസ് ആയതുകൊണ്ടാണ്. വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാനിങ്ങനെ എടുത്ത് കാണിച്ചെങ്കിൽ മാത്രമാണ് കാണുള്ളൂ. വളരെ വളരെ ചെറുതായിട്ട്. ഇപ്പോഴും ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരുണ്ട് ഇങ്ങനെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു, ഞാൻ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. ഇപ്പോൾ കാണിച്ചു തരുന്നത് കണ്ടോ, അകത്ത് നിന്ന് പോലും പോയിട്ടില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. സാധാരണ എൻ്റെ ഈ ഭാഗത്തു നിന്നൊക്കെ പോകുന്നതാണ്. പക്ഷെ ഞാൻ ചോറ് കഴിച്ചിട്ട് ചോറും ചിക്കൻ കറി ആയിരുന്നു കഴിച്ചിട്ടും എൻ്റെ അകത്ത് നിന്ന് പോലും പോയിട്ടില്ല, അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഗുഡ്. എനിക്ക് ഇതുവരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒട്ടും അനങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും നേരമായിട്ട് ഒട്ടും അനങ്ങിയിട്ടില്ല. ആ ഒറ്റ തവണ ഇട്ട ലിപ്സ്റ്റിക്കാണ്. റീഅപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ അപ്ഡേറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഹേയ് ഹലോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അപ്ഡേറ്റിനുള്ള ടൈം ആയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ വൈറ്റ് കളറിൽ ഇതിലാട്ടോ ചായ കുടിക്കണേ. ലിപ്സ്റ്റിക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. എവിടെ? ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ലിപ്സ്റ്റിക്ക് ഒന്നും അനങ്ങിയിട്ടില്ല. ലിപ്സ്റ്റിക്ക് അതേപോലെ തന്നെ ഇരിക്കുകയാണ്. ഈവൻ ലിപ്സിൻ്റെ അകത്ത് നിന്ന് പോലും പോന്നിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അകത്തുനിന്ന് പോരില്ല. ഇത് അകത്ത് നിന്നൊന്നും തന്നെ പോന്നിട്ടില്ല. എൻ്റെ ഇത് വലുതായി വരുന്നുണ്ട്. വേറെ സ്കിന്നിൽ ഞാൻ കൺസീലർ ഇട്ടതൊക്കെ പോയിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് പക്ഷെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ചായ കുടിക്കാം.
ഇപ്രാവശ്യം ലിപ്സ്റ്റിക് ആയിട്ടില്ല കേട്ടോ. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇപ്രാവശ്യം ലിപ്സ്റ്റിക് ഒന്നും ആയിട്ടില്ല കേട്ടോ. അത് ചായ ഇരിക്കണതാണ്, അല്ലാതെ വേറെ ലിപ്സ്റ്റിക് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അപ്ഡേറ്റിനുള്ള ടൈം ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഒന്ന് ഫേസ് വാഷ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് എൻ്റെ ലിപ്സ്റ്റിക്. അപ്പോൾ നമുക്ക് ഫേസ് വാഷ് ചെയ്ത് നോക്കാം. വാഷ് ചെയ്യുമ്പോഴേക്കും പോകുന്നുണ്ടോയെന്ന്. ഞാനിപ്പോൾ 100% ഷുവറാണ് പോകത്തില്ല എന്ന്. എന്നാലും ഞാനൊരു ഫേസ് വാഷ് ചെയ്യാം. പോയിട്ടില്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെയർ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് അപ്ഡേറ്റ് ഇതായിരുന്നു. ലിപ്സ്റ്റിക്ക് പോയിട്ടില്ല. രാവിലെ ഇട്ട ലിപ്സ്റ്റിക്ക് ഇത്ര നേരമായിട്ട് പോയിട്ടില്ല. ഹലോ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അപ്ഡേറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്, ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇത് ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ ഓട്സ് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം ലൈറ്റായിട്ട് രാത്രിയിൽ കഴിക്കാമെന്ന്. ഞാൻ മിക്കപ്പോഴും ലൈറ്റായിട്ടാണ് കഴിക്കാറ്. അമ്മ വീട്ടിൽ മീൻ വറുത്തതോ വറുത്തിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാത്ത ദിവസങ്ങളിൽ വറുത്തിട്ടുള്ള സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫുൾ കൺട്രോൾ പോവും. അപ്പം ഞാൻ പോയി കഴിക്കും. അപ്പം ഞാൻ ഈ ഫുഡ് കഴിക്കുകയാണ്. ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഇതുവരെ ലിപ്സ്റ്റിക്കിന് ഇതേ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നല്ല ഒട്ടും ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യണില്ല എന്നുള്ളത്. ലിപ്സിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ, ഇത് കുറേ തവണ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഡിന്നർ കഴിക്കാം. കഴിച്ചതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ടാറ്റാ. യെസ്, അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണുള്ളത്. ഇതുകൊണ്ട് അതേപോലെ തന്നെ ഇരിക്കുകയാണ്. ഒരു ലേശം ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അല്ലാതെ എല്ലാം പക്ക. അത് ഞാനിങ്ങനെ അടുത്ത് വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല. സോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അപ്ഡേറ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 10 മണിയാകുമ്പോഴാണ് കേട്ടോ. കിടക്കണതിന് മുന്നേ ആയിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയണം. ഞാൻ ഇത്രയും നേരം ലിപ്സ്റ്റിക് ഇട്ട് നിന്നിട്ടില്ല എന്ന് തോന്നുന്നു. രാവിലെ ഇട്ടിട്ട് ഇതുവരെയായിട്ട് ലിപ്സ്റ്റിക്ക് പോയിട്ടില്ല. ഫുൾ ഫേസ് മേക്കപ്പ് റിമൂവർ വെച്ച് റിമൂവ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. ഒന്നും കൺസീലറൊന്നും ഇല്ല എങ്കിലും. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 10 മണിയാകുമ്പോൾ കാണാം. ഹലോ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്നാൽ ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ 10:15 ആയിട്ടുണ്ട്. 15 മിനിറ്റ് ലേറ്റ് ആയിട്ടോ. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ ലിപ്സ്റ്റിക്കൊക്കെ മാറ്റി റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇതിലുള്ള കണ്ടീഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ലിപ്സിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഉള്ളത്. ഒന്നും തന്നെ പോയിട്ടില്ല എന്നുള്ളതാണ്. അകത്ത് നിന്ന് കുറച്ച് ഇങ്ങനെ വര പോലെ വന്നിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും തന്നെ ലിപ്സ്റ്റിക്കിന് പറ്റിയിട്ടില്ല. ഇത് ഇപ്പോൾ എത്ര മണിക്കൂറായി കാണും, എത്ര മണിക്കൂറായിരുന്നു ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇത് ഉറപ്പായിട്ടും ഒരു ഡേ ഫുള്ളായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും, ഷുവറാണ്. അപ്പോൾ ഞാൻ വേഗം റിമൂവ് ചെയ്ത് കളയട്ടെ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് ഇഷ്ടമാണോ എന്നുള്ളതും കൂടി പറയാം. എനിക്കിത് ഷൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പ്രോഡക്ട്സിൻ്റെ ഒരു വിയർ ടെസ്റ്റ് പോലെ നടത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ ഇല്ലെങ്കിൽ എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ, സീ യു, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സോറി, ടാറ്റാ.